നമസ്കാരം. പിണറായി വിജയന്റെ മാൻഡ്രിക് എഫക്റ്റ് മലയാളികൾക്കൊരു തമാശയാണെങ്കിലും ഇപ്പോഴിതാ വീണ്ടും അതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടൊരു ദുരന്തം കൂടി സംഭവിച്ചിരിക്കുകയാണ്. അമേരിക്കയിലെ ടെക്സാസിലാണ് ഇപ്പോൾ മിന്നൽ പ്രളയമുണ്ടായിരിക്കുന്നത്. അതിദാരുണമായ സംഭവത്തിൽ മരണസംഖ്യ 24ആയി. സംഭവം ഭയപ്പെടുത്തുന്നതാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പ്രളയ ദുരന്തത്തിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് ട്രംപ് സഹായം വാഗ്ദാനം ചെയ്തു. 23 പെൺകുട്ടികൾ പ്രളയത്തിൽ ഒലിച്ചുപോയി. ടെക്സാസ് ഗവർണറുമായി ട്രംപ് സംസാരിച്ചു. ടെക്സസിലെ കെർക്ക് കൗണ്ടിയിലാണ് മിന്നൽ പ്രളയം ഉണ്ടായത്. വേനൽക്കാല ക്യാമ്പിൽ പങ്കെടുക്കാൻ പോയ 23 പെൺകുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരെ കാണാതായതായും റിപ്പോർട്ടുകളുണ്ട്. രക്ഷാപ്രവർത്തനത്തിനായി ബോട്ട്, ഹെലികോപ്റ്റർ എന്നിവ സജ്ജമാണ്. 237 പേരെ ഇതുവരേക്കും രക്ഷപ്പെടുത്തിയതായാണ് റിപ്പോർട്ട്. ഗ്വാഡലൂപ്പെ നദിയിൽ 45 മിനിറ്റിനുള്ളിൽ ജലനിരപ്പ് 26 അടിയായി ഉയർന്നതോടുകൂടിയാണ് പ്രളയത്തിലേക്ക് മാറിയത്. പ്രദേശത്ത് തിരച്ചിൽ പുരോഗമിക്കുകയാണ്. 14 ഹെലികോപ്റ്ററുകളും 12 ഡ്രോണുകളും 9 രക്ഷാസേനാ സംഘവും 500ഓളം രക്ഷാപ്രവർത്തകരുമാണ് സ്ഥലത്ത് തിരച്ചിൽ നടത്തുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ടെക്സസ് സെനറ്റർ ടെഡ് ക്രൂസ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് എന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ടെക്സസിന് ആവശ്യമായതെല്ലാം ചെയ്യുന്നുണ്ട് എന്നും ടെഡ് ക്രൂസ് വ്യക്തമാക്കി. ഗ്വാഡലൂപ്പെ നദിയിലുണ്ടായ അപ്രതീക്ഷിതമായ വെള്ളപ്പൊക്കത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി എന്നും അപകടത്തിൽപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കണമെന്നും സെനറ്റർ ജോൺ കോർണിൽ പറഞ്ഞു. മനോഹരമായ കുന്നുകളും നദികളും തടാകങ്ങളും ചേർന്ന പ്രകൃതി രമണീയമായ സ്ഥലമാണ് ടെക്സസ്. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട പ്രദേശമാണിത്. ഗ്വാഡലൂപ്പ നദിയിൽ വെള്ളപ്പൊക്കമുണ്ടാവുന്നത് സാധാരണ സംഭവമാണ് എങ്കിലും ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ക്രമാതീതമായ നിലയിൽ ജലനിരപ്പ് ഉയരുന്നത് ആദ്യമായിട്ടാണ്. ഇന്നലെയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് തിരിച്ചത്. ഇതോടെ മുഖ്യനെ ട്രോളിക്കൊണ്ട് പലരും അമേരിക്കയിൽ ദുരന്തമുണ്ടാകുമെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചിരുന്നു. കാരണം മുൻപും പിണറായി വിജയന്റെ അമേരിക്കൻ യാത്രയുടെ സമയങ്ങളിലെല്ലാം തന്നെ അവിടെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം പിണറായി വിജയന്റെ മാൻഡ്രിക് എഫക്റ്റ് കൊണ്ടാണ് എന്നാണ് ട്രോളന്മാരുടെ കണ്ടുപിടുത്തം. ഇന്ന് പുലർച്ചെയാണ് കുടുംബത്തോടൊപ്പം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് മുഖ്യമന്ത്രി യാത്ര തിരിച്ചത്. ചികിത്സയുടെ ഭാഗമായി 10 ദിവസം മുഖ്യമന്ത്രി അമേരിക്കയിലുണ്ടാകും. പകരം ചുമതല ആർക്കും തന്നെ നൽകിയിട്ടില്ല. പാർട്ടി നേതാക്കളും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയെ യാത്രയയക്കാൻ വിമാനത്താവളത്തിലെത്തിയിരുന്നു. മുൻപും മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് പോയപ്പോൾ പകരം ചുമതല ആർക്കും തന്നെ നൽകിയിരുന്നില്ല. അമേരിക്കയിലെ മയോ ക്ലിനിക്കിലാണ് മുഖ്യമന്ത്രിയുടെ ചികിത്സ. 10 ദിവസത്തെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അമേരിക്കൻ യാത്ര. ദുബായ് വഴിയാണ് അമേരിക്കയിലേക്ക് പോകുന്നത്. ദുബായിൽ താമസിക്കുന്ന മകനെയും പിണറായി കാണും. പുലർച്ചെയുള്ള വിമാനത്തിൽ ഭാര്യ കമലയ്ക്കും സഹായികൾക്കുമൊപ്പമായിരുന്നു യാത്ര. ചീഫ് സെക്രട്ടറി എ ജയതിലകും പോലീസ് മേധാവി രവാഡ ചന്ദ്രശേഖറും മുഖ്യമന്ത്രിയെ യാത്രയാക്കാൻ പുലർച്ചെ തന്നെ വിമാനത്താവളത്തിലെത്തിയിരുന്നു. US-ൽ നിന്ന് സംസ്ഥാന ഭരണം നിയന്ത്രിക്കുക മുഖ്യമന്ത്രി തന്നെയായിരിക്കും. ആവശ്യമെങ്കിൽ മന്ത്രിസഭാ യോഗങ്ങളിൽ ഓൺലൈനായി പങ്കെടുക്കും.